ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകട്ടെ. ഇവിടെ നമ്മൾ ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആർ ബി ഐ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്, മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെ, പിന്നെ മോണിറ്ററി പോളിസി ഒബ്ജക്റ്റീവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു UG ടൈപ്പിലുള്ള ഒരു ക്ലാസ്സാണ്. പക്ഷേ നമ്മൾ മാത്സ് ഉള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇതും കൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അതായത് മോണിറ്ററി പോളിസി അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നത് നിങ്ങൾ മാത്സുകാരെ ഉദ്ദേശിച്ചും കൂടെയാണ്. ഓക്കെ, സോ റെക്കോർഡ് ചെയ്ത് നോക്കട്ടെ, റെക്കോർഡ് ഇട്ട്. ഓക്കെ, നൗ ആർ ബി ആൻഡ് ഇറ്റ്സ് മോണിറ്ററി പോളിസി. അപ്പം മോണിറ്ററി പോളിസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി ഫങ്ഷൻസ് ആർ ബിയുടെ കണ്ടു, 9 ഫങ്ഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഫങ്ഷനായിട്ട് നമ്മൾ പറയുന്നത് മോണിറ്ററി പോളിസി. സെൻട്രൽ ബാങ്ക്സ് ആർ നോൺ ഫോർ മോണിറ്ററി പോളിസി ഡിസൈനിങ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. മോണിറ്ററി പോളിസി ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, അതിൻ്റെ പേരിലാണ് നമ്മൾ സെൻട്രൽ ബാങ്കിനെ അറിയുന്നത്. ഓക്കെ, അപ്പം മോണിറ്ററി പോളിസി ഒരു പ്രധാനപ്പെട്ട മൈക്രോ എക്കണോമിക് പോളിസിയാണ്. 2 മൈക്രോ എക്കണോമിക് പോളിസി ഉണ്ട്. ഒന്ന് നമുക്ക് ഫിസിക്കൽ പോളിസി, ഗവൺമെൻറ് പോളിസി, ബഡ്ജറ്റ്, ടാക്സ്, എക്സ്പെൻഡിച്ചർ, അങ്ങനെ. പിന്നെ അടുത്തത് മോണിറ്ററി പോളിസി, സെൻട്രൽ ബാങ്കിൻ്റെ പോളിസി. അപ്പോൾ ഇക്കോണമി മാനേജ് ചെയ്യാൻ ഈ പോളിസികൾ രണ്ടുമാണ് സാധാരണഗതി ഗവൺമെൻറ് നമ്മുടെ ഇക്കോണമിയിൽ ഉപയോഗിക്കുന്നത്. ഒരു പോളിസി ഗവൺമെൻറ്, മറ്റൊന്നും സെൻട്രൽ ബാങ്കിൻ്റെ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞല്ലോ, സെൻട്രൽ ബാങ്കിനാണ് മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ഏറ്റവും ഏറ്റവും ഒരു ക്രെഡിബിലിറ്റി കൂടുതൽ, കപ്പാസിറ്റി. കാരണം സെൻട്രൽ ബാങ്കാണ് മണി പ്രിൻറ്റ് ചെയ്യുന്നത്. സെൻട്രൽ ബാങ്കാണ് ബാങ്കുകളുടെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ബാങ്കിൻ്റെ ക്രെഡിറ്റ് ക്രിയേഷൻ, ക്രെഡിറ്റ് സപ്ലൈ ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് സെറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, ഇൻട്രസ്റ്റ് റേറ്റിനെ ഗൈഡ് ചെയ്യുന്നു, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, സോ അതെല്ലാം ആർ ബി ഐ ഉണ്ട്. ആർ ബി ഐ തന്നെയാണ് മോണിറ്ററി, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കാണ് മോണിറ്ററി പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് നമുക്ക് പറയാം. ദെൻ വാട്ട് ഈസ് മോണിറ്ററി പോളിസി? മോണിറ്ററി പോളിസി ഈസ് ദ പോളിസി ഓഫ് ദി സെൻട്രൽ ബാങ്ക് influence the cost and availability of money by using various instruments and to realize certain economic objectives. ഇതാണ് മോണിറ്ററി പോളിസിയുടെ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ. ഈ ഡെഫിനിഷനകത്ത് എല്ലാം ഉണ്ട്. എന്താണ് മോണിറ്ററി പോളിസി? ഈസ് ദ പോളിസി ഓഫ് ദി സെൻട്രൽ ബാങ്ക്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് വാട്ട് അബൌട്ട് മോണിറ്ററി പോളിസി, ഓർ വാട്ട് ഈസ് ദ channel for monetary policy, how the monetary policy can influence, or what are the weapons for monetary policy, the way in which monetary policy influence the economy and the financial system. It influences the cost of money. ഓക്കെ, കോസ്റ്റ് ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ് അർത്ഥം. എന്താണ് ഇൻട്രസ്റ്റ് റേറ്റിന്? അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിനെ സ്വാധീനിക്കുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി. പിന്നെ അവൈലബിലിറ്റി ഓഫ് മണി, എത്രമാത്രം മണി സപ്ലൈ ഇക്കോണമിയിലുണ്ട്, കൂടുതൽ വേണോ കുറയ്ക്കണോ. അപ്പോൾ മണി സപ്ലൈ മാനേവർ ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റിനെ മാനേവർ ചെയ്യും. അങ്ങനെ ഇക്കോണമിയിൽ ആർ ബി ഐ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഒക്കെ മോണിറ്ററി പോളിസിന് സെൻട്രൽ ബാങ്കിൻ്റെ പോളിസിയാണ്. ഇറ്റ് ഈസ് എ പോളിസി അബൌട്ട് ദി കോസ്റ്റ് ഓഫ് മണി, ഇറ്റ് ഈസ് എ പോളിസി അബൌട്ട് ദി അവൈലബിലിറ്റി ഓഫ് മണി, ഓർ വാട്ട് വി ക്യാൻ സേ ദി ക്വാണ്ടിറ്റി ഓഫ് മണി. Okay, quantity of what? Money. Okay, now through monetary policy implementation, the central bank can influence major economic variables. The variables including the price level, the stability, financial institutions, as well as the economic growth. So these are the 3 important variables which can be influenced by the central bank. അപ്പോൾ മണി സപ്ലൈ കൂട്ടുകയോ കുറയ്ക്കുകയോ, ഇവിടെ അതുപോലെ തന്നെ മണി സപ്ലൈ ബാങ്ക് കൊടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ അങ്ങനെയൊക്കെ ചെയ്ത് വേണമെങ്കിൽ പ്രൈസ് ലെവൽ ഇൻഫ്ലുവൻസ് ചെയ്യാം. അതുപോലെ ബാങ്കുകൾക്ക് ഭയങ്കര സേഫായിട്ട് നിലനിർത്താം, അതൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ദെൻ ഇക്കണോമിക് ഗ്രോത്ത് കൂട്ടാം. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും മോണിറ്ററി പോളിസി വഴി സെൻട്രൽ ബാങ്കിന് റിയലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇച്ചിരി സ്പീഡിൽ പോകട്ടോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മളത്ര ഭയങ്കരമായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം ഡിഗ്രി തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ബേസിക്കലി വായിച്ചു കഴിഞ്ഞാൽ പിടികിട്ടാവുന്നുള്ളൂ. ഇക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക്, മാത്സ് പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുക, എന്നിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സീ വാട്ട് ഈസ് ദ സയൻസ് ഓഫ് മോണിറ്ററി പോളിസി. ഇതൊക്കെ എന്തിനാണെന്ന് അറിയാം, സിലബസിനേക്കാൾ ഉപരി നമ്മൾ അറിഞ്ഞിരിക്കാനും നമുക്ക് പഠിപ്പിക്കാനും, അതുപോലെ തന്നെ പരീക്ഷ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാനും, ഈ പരീക്ഷയല്ല നെറ്റ് എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യാനും ഒക്കെ ഇങ്ങനെ പറയുന്നത്. സോ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ പഠിക്കുന്ന ഒന്നും മാത്രമല്ല, അത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒന്നാണ്. പല കാര്യങ്ങളും നമ്മൾ ഇക്കണോമിക്സിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പലതും പഠിക്കും, പക്ഷേ ആ പഠിക്കുന്നതും പ്രവൃത്തിയുമായിട്ട് ഭയങ്കര റിമോട്ട് കണക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ചില ഏരിയയിൽ നമ്മൾ പഠിക്കുന്നതും അതിൽ കൂടുതലുമാണ് പ്രവൃത്തി വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പ്രാക്ടിക്കൽ സൈഡുള്ള സംഭവങ്ങൾ
എന്നുള്ളതാണ് നമ്മൾ ഈ പല ആർട്സ് സബ്ജക്റ്റുകളിലെയും പ്രധാനപ്പെട്ട വിഷയം. അതിന് റിയൽ വേൾഡുമായിട്ട് വലിയ കണക്ഷൻ കാണില്ല, അതുകൊണ്ട് തന്നെ പഠിച്ചിട്ട് ജോലിയും കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമല്ല ഇത് പ്രയോഗത്തിലുള്ള ഒരു സംഭവമാണ്. അതായത് മോണിറ്ററി പോളിസി പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പറയുന്നത് അതിൻ്റെയും അതിരിക്കും മേലെ നമ്മൾ പറയില്ലേ, അതിൻ്റെ ഒരു ഹയർ ഓർഡർ ലെവലിലാണ് മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടു പോവുക. അതുകൊണ്ട് പഠിക്കുന്നതിൽ തെറ്റില്ല, അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ മോണിറ്ററി പോളിസിക്ക് പിന്നിലുള്ള സയൻസ് എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. ആസ് എൻ ഇക്കണോമിക് management tool that influenced the entire economy, monetary policy has a practical side. It works through the economy by influencing loan intake by people and entities from banking system. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കിവിടെ സെൻട്രൽ ബാങ്ക് ഉണ്ട്, എല്ലാത്തിനും ഡ്രോപ്പായിട്ട്. ഇവിടെ ഫൈനാൻഷ്യൽ സിസ്റ്റം ഉണ്ട്. ആ ഫൈനാൻഷ്യൽ സിസ്റ്റം ആരുടെയാണ്? ശരിക്കും ബാങ്കുകളാണ്. ആ ബാങ്കുകളിൽ നിന്ന് ആര് ലോൺ എടുക്കും? ഹൗസ് ഹോൾഡ് ലോൺ എടുക്കും. എന്തിനു വേണ്ടി? കൺസംഷന് വേണ്ടിയിട്ട്. പിന്നെ വേറെ ലോൺ എടുക്കും, ബിസിനസ് എൻറ്റിറ്റീസ് ലോൺ എടുക്കും. ശരിയല്ല, എന്തിനു വേണ്ടിയിട്ട്? ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെങ്ങനെയാണ് ലോൺ എടുക്കുന്നത്? കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ അവർ ലോൺ കുറയ്ക്കും. ശരിയല്ലേ? കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ലോൺ എടുത്ത് കൺസംഷൻ കുറയ്ക്കും. കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ലോൺ എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കും. So this is the way in which the central bank can influence the financial system. Financial system influence the activities of the business people. Financial system influence the activities of the household people. Okay. So altogether, this is the channel of monetary policy. Let me draw it once more, because that interaction between the central bank and let me say the central bank and the financial system and the general economy is very important. ഇപ്പോൾ നമ്മളിവിടെ വരയ്ക്കുക എന്താണ്? ഇതാണ് സെൻട്രൽ ബാങ്ക്, ആർ ബി. അപ്പോൾ അതിനെന്തുണ്ട്? മോണിറ്ററി പോളിസി ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ മോണിറ്ററി പോളിസി ഇങ്ങോട്ട് വരുന്നില്ല. വന്നു. ഓക്കെ. ഇവിടെ എന്തുണ്ട്? ബാങ്കിങ് സിസ്റ്റം ഉണ്ട്, അല്ലേ? ബാങ്ക് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ബാങ്ക് സിസ്റ്റം ഉണ്ട്. ബാങ്ക് സിസ്റ്റം എന്ത് കൊടുക്കും? ലോൺ കൊടുക്കും. ആർക്ക് കൊടുക്കും? ബിസിനസ് എൻറ്റിറ്റീസിന് കൊടുക്കും. ശരിയല്ലേ? ബാങ്ക് സിസ്റ്റം ലോൺ കൊടുക്കും. ആർക്ക് കൊടുക്കും? ഹൗസ് ഹോൾഡിന് ലോൺ കൊടുക്കും. ശരിയല്ലേ? അപ്പോൾ ഇവരെന്ത് നടത്തും? ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഇവർ നടത്തുന്നത് എന്താ? കൺസംഷനാണ്. ഇവർ നടത്തുന്നത് എന്താ? ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ കൺസംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് കാണിക്കുന്നത്? ദേ ആർ പാർട്ട് ഓഫ് അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ. അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ കൺസംഷൻ കൂടിയാലും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാലും കൂടുതൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. കൂടുതൽ ആൾക്കാർക്ക് എന്ത് കൂടും? എംപ്ലോയ്മെൻറ്റ് കിട്ടും. ശരിയല്ലേ? കൂടുതൽ ആൾക്കാർക്ക് എന്ത് കിട്ടും? ഇൻകം കിട്ടും. അപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. Okay, so this is the way in which the central bank's monetary policy can influence the general economic activities. General economic activities of the household, activities of business people through the banking system. മനസ്സിലായല്ലോ? അപ്പോൾ ശരിക്കും അതിനൊത്തിരി എന്താ പറയുക, അതിനൊത്തിരി ഈ പറയുന്ന പോലെ സിമ്പിളൊന്നുമല്ല, കോംപ്ലക്സ് ആയിരിക്കും, സീക്വൻഷ്യലായിരിക്കും, ടൈം ടേക്കിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു നമ്മളില്ലേ ഈ പൂമ്പാറ്റ ബാലരമയിലെ രാജകുമാരൻ്റെയും കഥ പോലെ അത്ര സിമ്പിളല്ലത്. പക്ഷേ ജനറലി ഇതാണ് അതിൻ്റെ കറക്റ്റ്, ഇതാണ് അതിൻ്റെ കാര്യങ്ങളുടെ പോക്ക്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ വേറൊരു സൈഡും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞല്ലോ, കൺസംഷൻ കൂടി, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി, സാധനങ്ങളുടെ ഡിമാൻഡ് കൂടി. ശരിയല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയോ? സാധനങ്ങളുടെ വിലയും കൂടും. അപ്പോൾ അല്ലെങ്കിൽ പ്രൈസ് ലെവൽ കൂടും, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ വരും. ഇത് വേറൊരു സൈഡാണ്. ഇൻഫ്ലേഷൻ ഇത് കൂടെ വരാം. ശരിയല്ലേ? മണി സപ്ലൈ കൂടിക്കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് ലോൺ കൂടി, കൺസംഷൻ ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയ എന്താണ്? ഡിമാൻഡ് കൂടുന്നുണ്ട്. ശരിയല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നുണ്ട്, പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്, എംപ്ലോയ്മെൻറ്റ് കൂടുന്നുണ്ട്. അത് മാത്രമാണ് കൂടുന്നത്, അല്ല സാധനങ്ങളുടെ വില കൂടും. അപ്പോൾ എന്ത് കൂടും? പ്രൈസ് ലെവലും കൂടാം. ഏതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്? രണ്ടും കൂടെ കൂടി ഒരുമിച്ച് നടക്കുമോ? ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങളിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതെല്ലാം അനാലിസിസിന് വിധേയമാകേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ബേസിക്കലി ഇതാണ് മോണിറ്ററി പോളിസിയുടെ ഒരു വാക്കിങ്. ഡിലീറ്റ് ചെയ്ത് ഓക്കെ. ബൈ ഇൻഫ്ലുവൻസിങ് കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗ്രോത്ത്, ഇൻഫ്ലേഷൻ, എക്സെട്ര. ഇതിനെല്ലാം മോണിറ്ററി പോളിസി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദി സയൻസ് ഓഫ് മോണിറ്ററി പോളിസി ഓർ ഇറ്റ്സ് വർക്കിംഗ് മെക്കാനിസം ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദി കോൺസെപ്റ്റ് ഓഫ് MTM. എന്താണ്? മോണിറ്ററി ട്രാൻസ്മിഷൻ മെക്കാനിസം. ഇതാണ് MTM എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് നോൺ ആസ് മോണിറ്ററി ട്രാൻസ്മിഷൻ മെക്കാനിസം. ഇറ്റ് സേസ് ഹൗ a monetary policy signal by the RB in the form of an instrument like repo influence the market interest rate, charged by the commercial banks, and how then it influences what we call loan for consumption, loan for investment. So this transmission of monetary policy of the RB through the banking system to the general economy is known as monetary transmission mechanism. മനസ്സിലായല്ലോ? അത് MTM എന്ന് പറയും. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇത് വലിയ സംഭവമല്ലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. ഇതൊരു സംഭവമൊന്നുമല്ല. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള റിസർച്ചൊക്കെയാണ് നമ്മൾ നടത്തേണ്ടത്. നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുന്നവരാണെങ്കിൽ
ഇതാണ് ഒരു പ്രധാനപ്പെട്ട റിസർച്ച് ഏരിയ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മോണിറ്ററി ട്രാൻസ്മിഷൻ മെക്കാനിസം. എന്താണ് മോണിറ്ററി transmission mechanism, how the central bank's monetary policy signals, okay, creates effect in the financial system and ultimately produces some impact on the general economy is the subject matter of monetary transmission mechanism. Simply put, the monetary transmission mechanism refers to the process through which monetary policy signal or intervention like repo rate, repo increase, not just a repo increase but repo rate increase influence and the economy through financial system and produce the targeted result in the real economy. Okay, ഒരു സെക്കൻഡ്, ഞാനൊരു കറക്ഷൻ അവിടെ ഉണ്ട്. ഒരു സെക്കൻഡ് ഞാൻ കറക്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അറിയാം, ഇങ്ങനെ റിപ്പോ റേറ്റ് സിഗ്നൽ ലൈക്ക് റിപ്പോ റേറ്റ് ഇൻക്രീസ്, ഓക്കെ, ഇൻഫ്ലുവൻസ് ദ ഇക്കോണമി ത്രൂ ദി ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് പ്രൊഡ്യൂസ് ദ ടാർഗറ്റ് റിസൾട്ട് ഇൻ ദ റിയൽ ഇക്കോണമി. ഓക്കെ, നൗ അപ്പോൾ അതാണ് ഈ മോണിറ്ററി ട്രാൻസ്മിഷൻ മെക്കാനിസം പറയുന്നത്. ഇനി എങ്ങനെയാണ് മോണിറ്ററി പോളിസി വർക്ക് ചെയ്യുന്നത്? നൗഡേയ്സ് ദ RBI's മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റേഷൻ അട്രാക്ടിംഗ് അറ്റൻഷൻ ഓഫ് ദി കോമൺ പീപ്പിൾ ആസ് വെൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ സംഭവിക്കും ദി പോളിസി അഫക്റ്റിംഗ് ദി ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആസ് വെൽ ആസ് വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി ഇൻ ഡിഫറെൻറ്റ് വേസ്. ഞാനൊരു ഉദാഹരണം ഇവിടെ നമുക്ക് നോക്കാം. ആൻ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ബൈ ദി ബാങ്കിങ് സിസ്റ്റം. ഓക്കെ, നമ്മൾ പറഞ്ഞു റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. അത് ഒരു പ്രധാനപ്പെട്ട ഒരു RBI ബാങ്കുകൾക്ക് ലോൺ കൊടുക്കും. ബാങ്കുകൾക്ക് എന്തിനാണ് ലോൺ? ബാങ്കുകൾക്ക് ഇന്ന് നാളത്തെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പൈസ ഇല്ല, ആ ബാങ്കിൽ RBIയുടെ അടുത്ത് പോകും. എന്നിട്ട് ഒരു ദിവസത്തേക്ക് ലോൺ കൊടുക്കും. അതിന് പറഞ്ഞവർ ഓവർനൈറ്റ് ലോൺ, ഒരു ദിവസത്തേക്ക് ലോൺ. പിറ്റേ ലോൺ തിരിച്ചെടുക്കും. പിറ്റേ നമുക്കാണെങ്കില്ല പൈസ കിട്ടാത്ത, ബാങ്കിന് പൈസ കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് പറഞ്ഞവർ ഓവർനൈറ്റ് ലോൺ. ഇത് മൺഡേ ടു ഫ്രൈഡേ ഉണ്ട്, തിങ്കൾ മുതൽ വെള്ളി വരെ. സീരിയലിൻ്റെ പരസ്യൻ്റെ അത് പറയുന്നില്ല എന്ന് പറയുന്ന പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. സാധാരണ ഇത് അത്രയും പണത്തിൻ്റെ തിരക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. രാവിലെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, വൈകുന്നേരം ആകുമ്പോൾ ബാങ്കുകൾക്ക് പൈസ കിട്ടി, ബാങ്ക് പൈസ സൂക്ഷിച്ച് വെച്ചു. നാളെ പൈസ വന്നു, RBIക്ക് തിരിച്ചു കൊടുത്തു. RBIക്ക് ഒരു ഈട് കൊടുക്കണം, ഗവൺമെൻറ് കടപ്പത്രം. ആ കടപ്പത്രം തിരിച്ചു മേടിച്ചുകൊണ്ട് പോകും. ഇതാണ് ഇത് ഡെയിലി നടക്കുന്ന കാര്യമാണ്. ഇന്ത്യ മാത്രമല്ല, ലോകത്ത് മുഴുവൻ നടക്കുന്ന കാര്യമല്ല. സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് സെൻട്രൽ ബാങ്ക് ഗീവ്സ് ഡേ ടു ഡേ ഫണ്ട്സ് ടു ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നമ്മൾ മനസ്സിലല്ല, കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരിക്കലും എന്താണ് ഓൾ ഇൻക്ലൂസീവ് അല്ല. അവരുടെ കയ്യിരിക്കുന്ന പൈസ വെച്ച് മാത്രമല്ല അവർ മാനേജ് ചെയ്യുന്നത്. സെൻട്രൽ ബാങ്കിൽ ലിക്വിഡിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിൻ്റെ പേരാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ലോൺ കൊടുക്കുമ്പോൾ സെൻട്രൽ ബാങ്ക് ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് റിപ്പോ റേറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ സെൻട്രൽ ബാങ്ക് തീരുമാനിക്കുകയാണ്, ബാങ്കിൽ വിചാരിക്കുകയാണ്, അതായത് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണം. ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ കൂടുതലാണ്, കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഇതും കൂടെ ഡിലീറ്റ് ചെയ്യാമെന്ന് എനിക്ക് അവിടെ എഴുതാൻ പറ്റും. ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്ത് ഓക്കെ, ഇതുകൂടെ ഡിലീറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എൻ്റയർ വർക്കിംഗ് എങ്ങനെയാണെന്നറിയാം. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുക ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഭയങ്കര കൂടുതലാണ്. ഇതാണ് ഒറിജിനൽ സിറ്റുവേഷൻ. ഇൻഫ്ലേഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എന്തിനാണെന്ന് അറിയാം, മണി സപ്ലൈ കുറയ്ക്കണം. മണി സപ്ലൈ കുറയ്ക്കാൻ എന്തെന്ന് അറിയാം, ഇക്കോണമിയിലെ മണി സപ്ലൈ ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയാം, ബാങ്കിങ് സിസ്റ്റത്തിലാണ്. അപ്പോൾ ബാങ്കിൽ കുറച്ച് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ മണി സപ്ലൈ കുറയും. കുറച്ച് ലോൺ ആർക്കൊക്കെ കൊടുക്കണം? ഹൗസ് ഹോൾഡ് കൊടുക്കണം. കുറച്ച് ലോൺ ആർക്കൊക്കെ കൊടുക്കണം? കോർപ്പറേറ്റിന് കൊടുക്കണം. അപ്പോൾ എന്തൊക്കെ കുറയും? കൺസംഷൻ കുറയും. എന്തൊക്കെ കുറയും? ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യണം? സെൻട്രൽ ബാങ്ക് ഓരോ ദിവസവും ബാങ്കുകൾക്ക് സെൻട്രൽ ബാങ്ക് ലോൺ കൊടുക്കുന്നതിന് പറയുന്ന പേരാണല്ലോ റിപ്പോ, റീപർച്ചേസിങ് ഓപ്ഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഇവിടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് സെൻട്രൽ ബാങ്കിന് കുറച്ച് കടപ്പത്രങ്ങൾ കൊടുത്തിട്ട് പകരം ഒരു ദിവസത്തേക്ക് ലോൺ മേടിക്കുക. അങ്ങനെ ഒരു ദിവസത്തേക്ക് ലോൺ മേടിക്കുമ്പോൾ സെൻട്രൽ ബാങ്ക് എടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ റിപ്പോ റേറ്റ് അതൊരു 4% എന്ന് വിചാരിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഒരു 4.5% കൂട്ടി. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുക അവരുടെ ലെൻഡിങ് റേറ്റ് കൂട്ടും. ലെൻഡിങ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോൺസ് കൂട്ടും. മനസ്സിലായോ? അപ്പം ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും, അവരുടെ ലോൺ കുറയ്ക്കും. അവർ ലോൺ കുറയ്ക്കും. ബിസിനസ് പീപ്പിൾ എന്ത് ചെയ്യും, അവരുടെ ലോൺ കുറയ്ക്കും. മനസ്സിലായല്ലോ? അവർ ലോൺ കൊടുക്കുന്നത് കുറച്ചു. ഓക്കെ, ഇനി രണ്ടുപേരും ലോൺ എടുക്കുന്ന കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, കൺസംഷൻ കുറയും, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. അപ്പോൾ എന്ത് കുറയും? സെക്കൻഡ്, സാധനങ്ങളുടെ ഡിമാൻഡ് കുറയും. ശരിയല്ലേ? ഡിമാൻഡ് കുറയുമ്പോൾ പറയും പ്രൈസ് കുറയും. ശരിയല്ലേ? പ്രൈസ് കുറയുമ്പോൾ എന്ത് ചെയ്യും,
പ്രൈസ് ലെവൽ കുറയും. ഒരു സാധനത്തിൻ്റെ വിലയാണ് പറയുന്നത്, കാരണം മുഴുവൻ സാധനങ്ങളുടെ വില അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കുറയും. എന്നിട്ട് ഏറ്റവും സാധനം എന്ത് പറയും, അങ്ങനെ ഇൻഫ്ലേഷൻ കുറയും. ഓക്കെ, സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് a repo rate increase by the central bank reduces the lending activities in the economy, reduces the financial economic activities of the household as well as the business people, and thus reduces the demand for commodities, and thus reduces the price of the commodities, and the general price will ultimately it causes a decline in the what we can say inflation. So there are lot of actions, reactions, interactions, sequential interventions by the financial system, the households and the business people, that produces ultimately a reduced level of inflation. This is the way in which a repo rate increase produces a decline in what, decline in inflation. അപ്പോൾ ഇതാണ് സെൻട്രൽ ബാങ്കുകൾ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി. നമ്മളിപ്പം RBI മോണിറ്ററി പോളിസിയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേത് സെൻട്രൽ ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് റിപ്പോ റേറ്റാണ്. മനസ്സിലായല്ലോ എന്താണ് റിപ്പോ റേറ്റ്? റീപർച്ചേസിങ്, അതായത് RBI 1 day ആയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കിന് ലോൺ കൊടുക്കുമ്പോൾ അതിന് ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് റിപ്പോ റേറ്റ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തേക്കും. ഈ എക്സാമ്പിൾ പ്രായോഗികമാണ്, നടപ്പിലാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും നമുക്ക് മനസ്സിലാവും, ഒരു ഓർമ്മ വേണം. ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്ത് തീർന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഈ റിപ്പോ റേറ്റ് ഇക്കോണമിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, ഇനി അതിനകത്ത് വലിയ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഓക്കെ, then how monetary policy influences the macroeconomic situation? The central bank's control over interest rate. Central bank എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ബാങ്ക് കൊടുക്കുന്ന ലോണിൻ്റെ സപ്ലൈ ഓഫ് മണി, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് ഓരോ ദിവസവും ബാങ്കിന് പൈസ വേണമെങ്കിൽ RBIയുടെ അടുത്തല്ല, അതിന് പറയുന്നത് പറയാം ലിക്വിഡിറ്റി. അപ്പോൾ റിപ്പോയിലൂടെ പൈസ കിട്ടും. ഇനി ബാങ്കുകൾക്ക് ഇപ്പോൾ ഇന്ന് പൈസ വേണ്ട, ഈ ആഴ്ച അവസാനമാണെങ്കിൽ 14 day റിപ്പോ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ദിവസത്തേക്ക് ലോൺ തിരിച്ച് 14 ഇന്ന് ലോൺ 14 ദിവസം തിരിച്ചു കൊടുത്താൽ അത് എല്ലാ ദിവസവും വെള്ളിയാഴ്ച വൈകുന്നേരം നടത്തും. മനസ്സിലായല്ലോ? ഇനി അതല്ലാതെ ഉണ്ടല്ലോ 28 day ടൈം റിപ്പോ ഉണ്ട്. ടൈം റിപ്പോ എന്ന് പറഞ്ഞ് ലേലം വിളിക്കുക, പൈസ 1000 കോടിയുടെ കെട്ട്, 100 കോടിയുടെ കെട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേലം വിളിക്കുക. ലേലം വിളിക്കുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് പോയി ലോൺ മേടിക്കാം, ലേലം മേടിക്കാം. 14 ദിവസത്തേക്ക് എല്ലാ ഫ്രൈഡേയും നടത്തുന്നുണ്ട് ടൈം റിപ്പോ. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ തന്നെ നമുക്കറിയാമല്ലോ, ഒരു ബാങ്കിന് റെഡിയായിട്ട് പൈസ ഇല്ലെങ്കിൽ അതിന് പൈസ കിട്ടാനുള്ള വഴികൾ 100 കണക്കിനാണ് ഇന്ത്യയിൽ. അതെല്ലാം RBI സെറ്റ് ചെയ്ത് വെച്ചേക്കണം. മനസ്സിലായല്ലോ? ആ മൊത്തമുള്ള പല സൗകര്യങ്ങളുടെയും പേരാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. ഇപ്പോൾ ഉണ്ടല്ലോ, കഴിഞ്ഞ കൊല്ലം വേറെ ഉണ്ട് ലോങ് ടൈം റിപ്പോ ഓപ്പറേഷൻ LTR എന്ന് പറഞ്ഞാൽ RBI നടത്തി. എന്താണെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് LTRയിൽ ഒരു വർഷത്തേക്ക് RBI ലോൺ കൊടുക്കുക. ബാങ്കുകൾക്ക് ലോൺ എടുക്കാം, 50,000 കോടി രൂപ ബാങ്കിന് ലോൺ കൊടുക്കുക. ഈ കോവിഡ് സമയത്ത് വന്ന് 5,000 അല്ലേ ഉള്ളൂ, 50. എന്നിട്ട് അതിൻ്റെ റേറ്റ് എത്രയും റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 4.5% ഇൻട്രസ്റ്റ് റേറ്റിൽ ബാങ്കുകൾക്ക് 50,000 കോടി രൂപ ലേലം വിളിച്ചു കൊടുക്കുക. ബാങ്കിന് ലേലം വിളിക്കാം. മനസ്സിലായല്ലോ? അപ്പം ബാങ്കിൽ ലിക്വിഡിറ്റി ഇല്ലാതെ, വാട്ട് ഈസ് ലിക്വിഡിറ്റി? അവൈലബിലിറ്റി ഓഫ് റെഡി ക്യാഷ് ടു ഫുൾഫിൽ ദർ ട്രാൻസാക്ഷൻസ്. അങ്ങനെ റെഡി ആയിട്ട് പൈസ ഇല്ല എന്നുള്ളതിന് പേരിൽ ബാങ്ക് ഒരിക്കലും പൊട്ടിപ്പോരാ. അത്രമാത്രം ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡും സ്ട്രോങ് ആയിട്ടാണ് RBIയുടെ ഇൻ്റർവെൻഷൻ ഇക്കോണമിയിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചില എക്സാമ്പിളാണ് പറയാം കേട്ടോ. RBI എന്തൊക്കെ രീതിയിൽ ഇക്കോണമി ഇൻഫ്ലുവൻസ്? 1 ഇൻട്രസ്റ്റ് റേറ്റ് വഴി, 2 സപ്ലൈ ഓഫ് മണി, 3 പ്രൊവിഷൻ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റെഡിയായിട്ട് ക്യാഷ് കൊടുക്കുക. പിന്നെ എൻഷുറിങ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദി ബാങ്ക്സ്. വേറൊരു പ്രത്യേകത ഇതാണ്, ഇന്ത്യയിലെ ബാങ്കുകൾ പൊട്ടുമോ? ഇല്ല. പൊട്ടണമെന്ന് വിചാരിച്ചാൽ പോലും പൊട്ടാൻ പറ്റാത്ത രീതിയിൽ ബാങ്കുകളെ RBI എന്ത് ചെയ്യുക? റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ്, റെഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് NBA എത്രമാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റ്, അതിൻ്റെ അകത്തുള്ള സ്റ്റാൻഡേർഡ്സ്. NBAക്കകത്ത് സബ് സ്റ്റാൻഡേർഡ് സെറ്റ് എന്താണ്? ഡൗട്ട്ഫുൾ സെറ്റാണ്? ലോസ് സെറ്റ് എന്താണ്? ഇനി അതൊക്കെ അങ്ങനെ NBA ഉണ്ടെങ്കിൽ ബാങ്ക് എന്നാ ചെയ്യണം? RBI അറിയിക്കണോ? വേറെ പൈസ സൂക്ഷിച്ച് വെക്കണോ? ഇനി ലെൻഡിങ് കുറയ്ക്കണോ? എന്തെല്ലാം നിയമങ്ങൾ, അതിനെല്ലാം പറയുന്നവരെ റെഗുലേഷൻ. ഓക്കെ, നമ്മൾ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ ബാങ്കിനെ സൂപ്പർവൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ബാങ്കിനെ സ്റ്റേബിളായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ വഴിയിലെല്ലാം കൂടെ ഇക്കോണമിയെയും ബാങ്കിങ് സിസ്റ്റത്തെയും RBI സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. RBIയുടെ മോണിറ്ററി പോളിസി അത്ര പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, നോ ആൻ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഇൻവെർട്ടിബിളി ഇൻക്രീസ് ലോൺ ഡിമാൻഡ് ബൈ ഹൗസ്ഹോൾഡ്സ് ആൻഡ് ബിസിനസ് പീപ്പിൾ. ഇൻട്രസ്റ്റ് റേറ്റ് നേരെ റിപ്പോ റേറ്റ് കട്ട് കഴിഞ്ഞാലോ ബാങ്കുകൾക്ക് RBI കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്ന എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ലോൺ ഇൻട്രസ്റ്റ് ആകുമ്പോൾ ആളുകൾ ലോൺ എടുത്ത് കൺസ്യൂം ചെയ്യും, ആളുകൾ ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റി കൂടും, ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് കൂടും. ഇങ്ങനെയെല്ലാം RBIയുടെ മോണിറ്ററി പോളിസി ഇന്ത്യയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്കറിയാം എന്താണെന്ന് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ട് കാണും, അതായത് ഡിഗ്രി എക്കണോമിക്സ് പഠിച്ചാൽ, അല്ലാത്തൊരു നമ്മൾക്ക് മാത്സ് പഠിച്ച കുട്ടികൾ കേട്ടിട്ടില്ല. എന്ന ഒരു പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റാണ് CRR. CRR എന്ന് എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ?
ഓരോ കൊമേഴ്ഷ്യൽ ബാങ്കും നമ്മൾ പറഞ്ഞു കൊമേഴ്ഷ്യൽ ബാങ്കും ആർ ബിയും തമ്മിലുള്ള ബന്ധമുണ്ട്, ഒരു നൂൽച്ചാറുള്ള ബന്ധം എന്ന് നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ താലിയൊക്കെ ഇല്ലേ എന്ന് പറയുന്ന പോലെ ഒരു നൂൽച്ചാരുടെ ബന്ധം ആർ ബിയും സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കും തമ്മിലുള്ള എന്ത് രീതിയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കും എല്ലാ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കും ഇന്ത്യ നിയമപ്രകാരം ആർ ബിയിൽ ഒരു അക്കൗണ്ട് തുടങ്ങും. അവർ കറണ്ട് അക്കൗണ്ട് തുടങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ആർ ബി അറിയുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം. അതിൻ്റെ ആക്ടിവിറ്റിയും ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എല്ലാം ആർ ബി ചെയ്യുന്നു. ആ കറണ്ട് അക്കൗണ്ടിൽ മൊത്തമുള്ള ഡെപ്പോസിറ്റിൻ്റെ 4% റിസർവായിട്ട് ആർ ബി കൊമേഴ്ഷ്യൽ ബാങ്ക് സൂക്ഷിക്കും. നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? CRR എന്ന് പറയും. ശരിയല്ലേ? ഇനി CRR കുറച്ചെന്ന് വിചാരിച്ചു, CRR കുറച്ച് ഇന്ത്യയിൽ ഏതാണ്ട് 13 ലക്ഷം കോടി രൂപ ഡെപ്പോസിറ്റ് എന്ന് വിചാരിക്കാം, 1,30,000 കോടി രൂപ. ഓക്കെ, കറക്റ്റാണ് തെറ്റാണോ? ഞാൻ ഫിഗർ കിട്ടും. 60-70,000 കോടി രൂപയാണ് ബാങ്കിങ് സിസ്റ്റത്തിലെ മൊത്തമുള്ള ലോണിൻ്റെ 0.5% എന്ന് പറയുന്നത് 70,000 കോടി രൂപ. അപ്പം നിങ്ങൾ അതിൻ്റെ 1% 1.4 lakh crores റുപ്പീസാണ്. അപ്പം 10% എത്രയാണ്? 14 ലക്ഷം കോടി രൂപ. 100 എന്ന് പറഞ്ഞിട്ട് 140 ലക്ഷം കോടി രൂപയുടെ ഡെപ്പോസിറ്റ് ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റത്തിലുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ CRR 1% കട്ട് ചെയ്യുന്നു വിചാരിച്ചു. CRR അതായത് എല്ലാ ബാങ്കുകളും അവരുടെ ഡെപ്പോസിറ്റിൻ്റെ ഒരു ഗിവൺ പ്രപ്പോർഷൻ എവിടെ കൊണ്ട് സൂക്ഷിച്ച് വെക്കണം? RBI കൊണ്ട് സൂക്ഷിച്ച് വെക്കണം. എവിടെ കൊണ്ട് സൂക്ഷിച്ച് വെക്കണം? RBI കൊണ്ട് സൂക്ഷിച്ച് വെക്കണം. മനസ്സിലായല്ലോ? ഇതാണ് നിയമം. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൈസ RBI എടുത്ത് ഒന്നും ഉപയോഗിക്കുന്നൊന്നുമില്ല. ഈ പൈസ എവിടെ ഇരിക്കുന്നത് അറിയാമോ? അതാ അതിൻ്റെ കോമഡി. ഇത് ഇരിക്കുന്നത് ബാങ്കുകളിൽ തന്നെയാണ്. സോറി ബാങ്കുകളിലല്ല, മറിച്ച് സെൻട്രൽ ബാങ്കിൽ. അങ്ങനെ പറയാൻ പറ്റിയല്ലോ. പക്ഷേ ഇത് ഇരിക്കുന്നത് കറൻസി ചെസ്റ്റിലാണ്. കറൻസി ചെസ്റ്റ് ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കിയിട്ടു. അപ്പോൾ കറൻസി ചെസ്റ്റ് പൈസ ഇരിപ്പുണ്ട്. കറൻസി ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടൗണിലാണെന്ന് വിചാരിച്ചു. ആ ടൗണിൽ ഇത്രയും ബാങ്കുകളിൽ എങ്ങനെയാണ് കറൻസി വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതെവിടെ നിന്നാണ് പുതിയ കറൻസി എവിടെ വരും? അപ്പോൾ പുതിയൊരു നിങ്ങൾ ബാങ്കിൽ പോവുക, ഒരു 5,000 രൂപ മേടിച്ചു, 50 രൂപയുടെ 50 രൂപയുടെ ഒരു കിട്ടും, നല്ല പുത്തൻ 50 രൂപ. ഇതെവിടെ നിന്ന് കിട്ടി? RBI നേരിട്ട് വന്ന് കിട്ടിയതായിരിക്കുമല്ലോ. വെട്ടുപൊട്ടിക്കുക എല്ലാത്തിനും ഒരേ നമ്പറല്ല, ഓരോ നമ്പറും കണ്ടിന്യൂ ചെയ്യുക, വെട്ടുപൊട്ടിക്കാത്ത. അപ്പം നിങ്ങൾ വിചാരിക്കുക ഈ ബാങ്കും RBI തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അല്ലേ? അല്ലെങ്കിൽ നേരിട്ട് ഈ ബാങ്കിന് തന്നെ പുതിയ നോട്ട് കൊടുക്കുകയില്ല. ശരിക്കും ഒരു റീജിയനിൽ ഒരു ബാങ്കിൻ്റെ അടുത്ത് ഒരു കറൻസി സൂക്ഷിച്ച് വെക്കാനുള്ളൊരു സ്ഥലം RBI വെച്ചിട്ടുണ്ട്. അതിന് പറയുന്നവരെ കറൻസി ചെസ്റ്റ്. ആ കറൻസി ചെസ്റ്റിലാണ് RBI ഈ ഓരോ ബാങ്കിലും CRR സൂക്ഷിച്ച് വെക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ നിന്ന് ആ കറൻസി ചെസ്റ്റിൽ പൈസ സൂക്ഷിച്ച് വെക്കുമ്പോൾ അത് RBIയുടെ കറണ്ട് അക്കൗണ്ടിൽ വരിക നമ്മുടെ ബാങ്കിൻ്റെ പേരിൽ. അപ്പം ഇവിടെയുള്ള കറൻസി ചെസ്റ്റൊക്കെ ഞാൻ പോയി അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അത് പറയുന്നൊന്നുമില്ല. കണ്ടിട്ടുണ്ടോ നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ നോട്ട് ഇറങ്ങുമ്പം നോട്ടിങ്ങനെ ഇറക്കുന്നത്, എന്നിട്ട് അതിന് തോക്ക് പിടിച്ച ആൾക്കാർ കാവലൊക്കെ നിൽക്കുന്നുണ്ടോ? നമ്മളധികം ചുറ്റിത്തിരിഞ്ഞാൽ അവിടെ നിന്ന് വിട്ടു. നമ്മളാദ്യം ഇങ്ങനെ നോക്കിയത് എന്താ സംഭവം? ഒരു പെട്ടിക്കകത്ത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെയില്ല, തടിയുടെ പെട്ടിക്കകത്ത് നമ്മൾ പച്ചക്കറി കൊണ്ടുവരുന്ന പോലെ തടിയുടെ പെട്ടിക്കകത്ത് നോട്ട് കൊണ്ടുവരിക. അതെവിടെ ഇറക്കുന്നത്? കറൻസി ചെസ്റ്റിലാണ് ഇറക്കുന്നത്. അതൊരു ബാങ്ക് തന്നെയാണ്, SBI പോലുള്ളൊരു ബാങ്കായിരിക്കും. എന്നിട്ട് അവിടുന്ന് വേറെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പൈസ കൊടുത്തു വിടും. സോ അങ്ങനെ റിയലി അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെയുണ്ട്. നമുക്കത് നമ്മൾ ഈ പുസ്തകത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്നറിയാൻ ഒരു അന്വേഷണം നടത്തി നോക്കുമ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് കറൻസി ചെസ്റ്റ് കേട്ടോ. അവിടെ CRRൻ്റെ പൈസ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ CRR കുറയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന ചോദ്യം. 1% CRR കുറച്ച് കഴിഞ്ഞാൽ 1,40,000 കോടി രൂപ ഉണ്ട്. RBIക്ക് അത്രയും പൈസ എടുത്ത്, RBIക്കല്ല കൊമേഴ്ഷ്യൽ ബാങ്ക് അത്രയും പൈസ എടുത്ത് എന്ത് കൊടുക്കാൻ പറ്റും? ലോൺ കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് സംഭവിക്കും? മണി സപ്ലൈ കൂടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ CRR കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? ഇമ്മീഡിയറ്റ് ആയിട്ട് ലിക്വിഡിറ്റി കൂടുകയെന്ന് അതിനർത്ഥം. ബാങ്കിന് ലിക്വിഡിറ്റി കൂടും. 1,40,000 കോടി ലോൺ കൊടുക്കാൻ പറ്റും. ലോൺ കൊടുക്കുമല്ലോ എന്നുള്ളത് അടുത്ത ചോദ്യം. ലോൺ എടുക്കാൻ ആൾക്കാർ വരുമോ എന്നുള്ളത് അതിനോടനുബന്ധിച്ച മറ്റൊരു ചോദ്യം. അപ്പോൾ അത് ലോണായിട്ട് മാറിയാൽ മാത്രമേ മണി സപ്ലൈ കൂടുള്ളൂ. അതല്ലാത്തടത്തോളം കാലം RBI കൊമേഴ്ഷ്യൽ ബാങ്ക് റെഡി ക്യാഷ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? CRR കുറച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി കൂട്ടി എന്ന് പറയും. മണി സപ്ലൈ കൂട്ടി എന്ന് പറയാൻ പറ്റുമോ? മണി സപ്ലൈ കൂട്ടണമെങ്കിൽ ആ പൈസ എടുത്ത് ആളുകൾ കൊണ്ട് സ്പെൻഡ് ചെയ്യണം. അതിന് ടൈം എടുക്കും. അതിന് ആളുകൾ വില്ലിങ് ആണ്, ആളുകൾക്ക് കൺസംഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും വഴി ആർക്കും കൊടുക്കാൻ പറ്റിയ 1,40,000 കോടി രൂപ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ ഇരിക്കുകയുള്ളൂ. ബാങ്ക് അത് എന്ത് ചെയ്യണം? ആളുകൾക്ക് കൊടുക്കണമെങ്കിൽ ആളുകൾ വരണം. എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല, ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. സോ ultimately when the RBI reduces the CRR, the commercial bank has to keep less amount of money with the RBI. They can give that money to the general public. How much money? 1.4 lakh crores rupees to the general public. And that means immediately when the CRR is reduced, the banking system will reduce cash. The ready cash, the amount of ready cash with the banking system increases, or the liquidity increases. What is liquidity? അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ വാക്കേ നമ്മളിപ്പോൾ പല രീതിയിൽ ചിലതിനൊക്കെ നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് അതിനുള്ള ഡെഫിനിഷൻ പല രീതിയിലും മാറും അല്ലേ?
നമുക്കറിയാം നമ്മുടെ മാതൃഭാഷയിൽ പല വാക്കുകളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓരോ സാഹചര്യം അനുസരിച്ച് ആ വാക്കിൻ്റെ അർത്ഥം മാറും. അതുപോലെ ഒരു വാക്കാണ് ലിക്വിഡിറ്റി. അത് ഇക്കണോമിക്സിലെ മാതൃഭാഷയിലാണെങ്കിൽ അതിന് പല അർത്ഥങ്ങൾ പല സൈഡിൽ വരും. നമുക്കിപ്പോൾ ഒരു ബാങ്കിന് ഇന്നും നാളെയും ബിസിനസ് നടത്താൻ വേണ്ടി പൈസ ഇല്ലെന്ന് വിചാരിച്ചു, അന്നേരം ആ ബാങ്ക് ഇല്ലിക്വിഡ് ആവും. എന്താവും? ഇല്ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നോ മണി ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ട്രാൻസാക്ഷൻസ്. ദാറ്റ് ഈസ് കോൾഡ് ഇല്ലിക്വിഡിറ്റി. എ സ്റ്റേറ്റ് ഓഫ് ആബ്സെൻസ് ഓഫ് ഇനഫ് ക്യാഷ് ടു മീറ്റ് ഇറ്റ് ഇമ്മീഡിയറ്റ് ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് ഇല്ലിക്വിഡിറ്റി. ലിക്വിഡ് ആയിരിക്കണം. എ സിറ്റുവേഷൻ വേർ ദ ബാങ്ക് ഹാസ് ഇനഫ് മണി ടു മീറ്റ് ഇറ്റ്സ് ട്രാൻസാക്ഷൻസ്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ലിക്വിഡിറ്റി. അപ്പോൾ അത് ലിക്വിഡിറ്റി തിയറി ഓഫ് മണി എന്ന് നമ്മൾ പഠിച്ചതാണ്, അല്ലേ? സോറി, ലിക്വിഡിറ്റി തിയറി ഓഫ് മണിയില്ല, കെയ്നിഷിൻ്റെ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളെന്താ പറയുക, അതിനൊത്തിരി ഡയമെൻഷൻസ് ഉണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്, സിസ്റ്റത്തിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്നാണ് ലിക്വിഡിറ്റി ഉണ്ടെന്ന് ഞാൻ അർത്ഥം. ഓക്കെ, ഡിലീറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മോണിറ്ററി പോളിസിയെക്കുറിച്ച് പറഞ്ഞു. മോണിറ്ററി പോളിസിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത ബാങ്ക് സിസ്റ്റമായിട്ട് അതിന് ഭയങ്കര ബന്ധമുണ്ട്. നമ്മൾ ഈ പറഞ്ഞെല്ലാം ബാങ്ക് സിസ്റ്റം RBI തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് മോണിറ്ററി പോളിസി വർക്കൗട്ട് ആകുന്നത്. അങ്ങനെയാണ് മോണിറ്ററി പോളിസി RBI ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്താലും അതിനൊരു വഴിയുണ്ടല്ലോ. നമ്മളിപ്പം വെള്ളം നമ്മുടെ വീട്ടിൽ വരിക, കൂത്താട്ടോളത്താണെങ്കിൽ ഒത്തിരി എന്താണ് കനാലുണ്ട്, വെള്ളം വീട്ടിലോട്ട് പറഞ്ഞെങ്കിൽ കനാലില്ലാതെ പറ്റിയല്ലോ. സോ കനാലാണ് എന്ത്? ഈ ബാങ്കിങ് സിസ്റ്റം. ബാങ്കിങ് സിസ്റ്റം തീരുമാനിക്കണം ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണമെന്ന്. ബാങ്കിങ് സിസ്റ്റം തീരുമാനിക്കണം CRR കൂട്ടിയ കൂടുതൽ കിട്ടിയ ലിക്വിഡ് ആയിട്ടുള്ള ഫണ്ട് ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് ആര് തീരുമാനിക്കണം? ബാങ്ക് സിസ്റ്റം തീരുമാനിക്കണം. ബാങ്ക് തീരുമാനിക്കുക. ഇപ്പോൾ കോവിഡ് ആർക്കും പൈസ കയ്യിലില്ല, കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം തിരിച്ചടക്കിയാലെന്ന് ചോദിച്ചാൽ ബാങ്ക് അത് സൂക്ഷിച്ച് സ്വന്തം പോർട്ടി വെക്കും. ശരിയല്ലേ? നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ? എന്താ ഒരുത്തിന് ഇച്ചിരി പൈസ കൊടുക്കുന്നതിനേക്കാൾ ആൾ ഭയങ്കരമായിട്ട് നമ്മളെ പറ്റിച്ചിട്ട് പോകുമെന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുക്കുമോ? ഇല്ല, നമ്മൾ കൊടുക്കുകയില്ല, അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുമോ? ബാങ്ക് ഒരിക്കലും കൊടുക്കില്ല. അപ്പം ബാങ്ക് എന്ത് ചെയ്യും? ആ പൈസ സൂക്ഷിച്ച് വെക്കും. സോ അപ്പോൾ ബാങ്കിങ് സിസ്റ്റം ഒരു പ്രധാനപ്പെട്ട പ്ലെയറാണ് ഇതിൻ്റെ അകത്ത്. മനസ്സിലായല്ലോ? ഈവൻ ദോ RBI ഡിസൈഡ്സ് സംതിങ്, മെനി ആക്ഷൻസ്, go for several actions, ultimately it affects in the economy, depends upon how the banking system behave in the economy. ശരിയല്ലേ? ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണോ, ലോൺ കൂടുതൽ കൊടുക്കണോ, ഇതെല്ലാം ബാങ്കുകളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി മോണിറ്ററി പോളിസിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്പീഡിലെടുക്കുന്ന കേട്ടോ, നമുക്ക് ഒത്തിരി ടോപ്പിക്ക് തീരാനുമുണ്ട്. പിന്നെ നമുക്കിത് മനസ്സിലാക്കി പോയി കഴിഞ്ഞുണ്ടല്ലോ, പല കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ പരീക്ഷയ്ക്ക് പ്രസൻറ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് മനസ്സിലാക്കൽ എന്നുള്ള ഒരു പ്രക്രിയയ്ക്കാണ് പ്രാധാന്യം കൂടുതൽ. Now we are coming to see some of the terminologies related to monetary policy. What are the objectives of monetary policy? What do you understand by the instruments of monetary policy? And what is targets from the monetary policy angle? Okay, so monetary policy ke objectives and targets and instruments and what are the objectives? Objectives are three. It has three objectives. Monetary policy ke three objectives. One, price stability. പ്രൈസ് സ്റ്റെബിലിറ്റി, പ്രൈസസ് സ്റ്റേബിളായിട്ടിരിക്കുക. നമുക്കറിയാലോ, അപ്പോൾ നിങ്ങളൊരു വീടെടുത്ത്, അല്ലേ, അല്ലെങ്കിൽ നമ്മളെല്ലാം വീടെടുക്കും. നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങളൊരു വീട് മേടിച്ചു. ഞാൻ ഉദാഹരണം പറഞ്ഞു കേട്ടോ, നിങ്ങളൊരു വീട് മേടിച്ചു, ജോലി കിട്ടി, അന്നേരം വീട് മേടിച്ചു. നിങ്ങൾ 60 ലക്ഷത്തിൻ്റെ വീട് മേടിച്ചു. നിങ്ങൾക്കൊരു 30 വർഷം സർവീസ് ഉണ്ട്. ബാങ്കിൽ നമ്മുടെ ഇന്ന് ഓരോ പ്രാവശ്യം പൈസ മേടിച്ചിട്ടുണ്ട്. മനസ്സിലായാലോ? ഒരു 5 വർഷം കഴിയുമ്പോഴല്ലോ നിങ്ങളുടെ സാലറി 40, ഒരു 6 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ സാലറി ഇരട്ടിക്കും. ഒരു 6 വർഷം കൊടുക്കും, നിലവിലുള്ള സാലറി പിന്നെ ഇരട്ടിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസ് കയറിയതിൻ്റെക്കാളും 10 വർഷം കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് മടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലോചിച്ച് പറയേണ്ടി വരും. കൂടെ ഭയങ്കര മടങ്ങി നമുക്ക് സാലറി കിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളൊരു 60 ലക്ഷത്തിൻ്റെ വീട് മേടിച്ച് കഴിഞ്ഞാൽ ആ 60 ലക്ഷത്തിൻ്റെ വീട് 5 വർഷം, അടുത്ത 5 വർഷം നമുക്ക് ഭയങ്കര പാടായിരിക്കും നമ്മുടെ പൈസ മുഴുവൻ. 5-ാമത്തെ വർഷം കഴിയുമ്പോഴല്ലോ നമ്മൾ മന്ത്ലി കൊടുക്കേണ്ട പൈസ നമ്മുടെ സാലറി കൂടുകയാണല്ലോ. മന്ത്ലി കൊടുക്കുന്ന പൈസ അതുപോലെ തന്നെയാണല്ലോ. EMI അതുപോലെ തന്നെ ഇരിക്കും, അല്ലേ? EMI റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഓർ സാലറി ഗോസ് അപ്പ്, അല്ലേ? EMI അതുപോലെ തന്നെ ഇരിക്കും. സാലറി ഓരോ പ്രാവശ്യം 5%, 10%, 5%, 10% കൂടും. ഏറ്റവും അവസാനം ആദ്യം നമ്മുടെ സാലറിയുടെ 60% EMI എങ്കിൽ നമ്മുടെ സാലറി വർദ്ധിക്കുമ്പം നമ്മുടെ സാലറിയുടെ 30% EMI. ശരിയല്ലേ? അല്ലേ? 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ സാലറിയുടെ 10% ആയിരിക്കും EMI. 10-15%. മേ ബി ഇറ്റ് ഇസ് ലെസ് ദാൻ 10%. 10 വർഷം കഴിയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ലോൺ എടുത്തായിട്ട് ഫീൽ ചെയ്യില്ല. ആ സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ വില ഒന്നാലോചിച്ച്, നിങ്ങൾ 60 ലക്ഷം രൂപയ്ക്ക് മേടിച്ച വീട്, ഈ 5 വർഷം കഴിയുമ്പോൾ അതിൻ്റെ വില 1,20,00,000 രൂപയാകും. 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ വില വേണമെങ്കിൽ ഒരു 3 കോടി രൂപയാകും. നിങ്ങൾക്ക് വിൽക്കാനാണെങ്കിൽ 60 ലക്ഷം രൂപയ്ക്ക് മേടിച്ച സാധനം 3 കോടി രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. Sometimes more than that, the prices for the houses increases tremendously. Your salary increases tremendously. മനസ്സിലായല്ലോ? So altogether your loan become an investment.
യു സെൽ ഇറ്റ്. മിക്ക ആൾക്കാരും സർവീസിൽ കയറി തുടക്കത്തിൽ വീട് മേടിച്ചിട്ട് പകുതിയാകുമ്പോൾ, സർവീസിൻ്റെ പകുതിയാകുമ്പോൾ അവരെ വീട് വെച്ചിട്ട് പുതിയൊരു വീട് അവർ കൺസ്ട്രക്ട് ചെയ്യും. കാരണം അവിടെ നിന്നൊരു ലാഭം ഭയങ്കര, ഇതൊക്കെയാണ് ജോലിയിൽ നിന്ന് കിട്ടുന്ന ലാഭം. മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് ഞാനീ പറഞ്ഞത് ആൾക്കാരുടെ ജോലിയെ സംബന്ധിച്ചൊന്നുമല്ല, ഞാനിവിടെ പറഞ്ഞത് ഇൻഫ്ലേഷൻ ഇക്കോണമി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന. മനസ്സിലായല്ലോ? ഇൻഫ്ലേഷൻ ഈസ് പോസിറ്റീവ് ആൻഡ് ബെനിഫിഷ്യൽ ഫോർ ദി ഡെപ്റ്റേഴ്സ്. ആരെ സംബന്ധിച്ചുള്ള? ഫോർ ദി ഡെപ്റ്റേഴ്സ്. ലാഭം അത്. നമ്മൾ ഇൻഫ്ലേഷൻ കാരണം വീടിൻ്റെ വില കൂടി, ഇൻഫ്ലേഷൻ കാരണം നമ്മളെ എന്തിൻ്റെ വില കൂടി? സാലറി നമ്മളെ കൂടി. മനസ്സിലായല്ലോ? നമ്മുടെ EMI കൂടിയിട്ടില്ല. EMI remains same. So ultimately it is inflation that makes you a beneficiary if you are a debtor. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഇതൊരു ഇൻഫ്ലേഷൻ എത്രമാത്രം ഇക്കോണമി ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇൻഫ്ലേഷൻ ഒരു കടക്കാരനെ ഗുണമായിട്ട് വയ്ക്കും. ഒരു ലോൺ കൊടുത്തയാൾ, നിങ്ങളൊരു 30 ലക്ഷം രൂപ ലോൺ കൊടുത്തെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇന്ന് 60 ലക്ഷം രൂപ ലോൺ കൊടുത്തു. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുമല്ലോ, നിങ്ങൾ എനിക്ക് 60 ലക്ഷം രൂപ തന്നു, ഞാൻ വീട് മേടിച്ചു. ഞാനൊരു കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ഒരു കോടി 20 ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നാലും, എത്ര ഒരു 8 വർഷം കഴിയുമ്പോൾ തന്നാലും എനിക്ക് ലാഭമാണ്. കാരണം എൻ്റെ വീടിൻ്റെ 2 കോടി രൂപ. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ അന്നത്തെ 60 ലക്ഷം രൂപ എനിക്ക് ഇപ്പോഴത്തെ മൂല്യം എത്രയെന്ന് അറിയാം? 2 കോടി രൂപ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് തരുന്ന 1 കോടി 20 ലക്ഷം രൂപ. യു ബിക്കം എ ലോസർ. മനസ്സിലായല്ലോ? ലോസർ. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് 8% അങ്ങനെയായിരിക്കും ഞാൻ 1 കോടി 20 ലക്ഷത്തിലേക്ക് വന്നത്. മനസ്സിലായല്ലോ? പക്ഷേ അതേസമയം അന്ന് 60 ലക്ഷത്തിന് ഞാൻ മേടിച്ച വീട് ഇപ്പോൾ 2 കോടിക്ക് എനിക്ക് വിൽക്കാൻ പറ്റും. എനിക്ക് അവിടെ 80 ലക്ഷം രൂപ. നിങ്ങൾക്ക് 80. നിങ്ങൾ അതേസമയം അന്ന് 60 ലക്ഷത്തിന് ഒരു വീട് കിട്ടുമായിരുന്നു, നിങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അന്ന് നിങ്ങൾ മേടിച്ചാണെങ്കിൽ ആ വീട് നിങ്ങൾക്ക് 2 കോടി രൂപയ്ക്ക് വിൽക്കായിരുന്നു. പകരം നിങ്ങൾ എനിക്ക് ലോൺ തന്നു. ലോൺ കിട്ടിയത് ലോൺ തിരിച്ചടച്ച് 1 കോടി രൂപ ഞാനൊരു ബാങ്കാണെന്ന് വിചാരിച്ചു. സോ ദിസ് സ്റ്റോറി ടെൽസ് യു ദാറ്റ് ഹൗ it become a loss for a saver in the banking system when he is saving in the economy. How inflation becomes a phenomenon which redistribute income from the saver to the debtor. മനസ്സിലായല്ലോ? കടമെടുക്കുന്നത് ലാഭമാണ് ഇൻഫ്ലേഷൻ്റെ സമയത്ത്. ഇൻഫ്ലേഷനാണ് ഇക്കോണമിയുടെ സ്ഥിരം സ്വഭാവമെങ്കിൽ കടമെടുക്കുന്നത് ലാഭമാണ്. ഡെപ്റ്റർ ബിക്കംസ് എ വൈസ് പേഴ്സൺ. അപ്പം നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ ഈ സമ്പന്നന്മാരിങ്ങനെ ഇരിക്കുമല്ലോ, അപ്പോൾ ബാങ്കിലൊക്കെ ഇപ്പോൾ സേവിങ് ഒക്കെ നടത്തി ഇങ്ങനെ എനിക്ക് ഇത്ര പലിശ കിട്ടുന്നുണ്ട്, പലിശയ്ക്ക് ജീവിക്കാമെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, അവർ ഓവർ ദി ടൈം ദേ ബിക്കേം എ ലോസസ്. ഒരു ജനറേഷൻ്റെ ഇടയ്ക്ക് മറ്റുള്ളവരെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഇൻകം ഭയങ്കര കുറയുക. നിങ്ങളല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നാട്ടുകാർ പഠിച്ചു വെച്ചു ഭയങ്കരമായിട്ട് ബാങ്കിൽ സേവ് ചെയ്ത ആൾക്കാരുടെ ഇൻകം എല്ലാം ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. അവർ മണ്ടന്മാരായി തീർന്നിട്ടുണ്ട്. മനസ്സിലായില്ല? ബാങ്കിൽ പോയി പൈസ ഇടലെന്നല്ല അതിനർത്ഥം. നമ്മൾ വെറുതെ ചിലവാക്കി കളഞ്ഞതിനേക്കാൾ നല്ല ബാങ്കിൽ പൈസ ഇടുക. അല്ലെങ്കിൽ യു ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ സം അതർ സോഴ്സസ്. ഐ എം ടെല്ലിങ് യു ഹൗ ഡേഞ്ചറസ് ഇസ് ഇൻഫ്ലേഷൻ. നോട്ട് ഡേഞ്ചറസ്, ഹൗ ഡിഫറെൻറ്റ് ഈസ് ഇൻഫ്ലേഷൻ. Over the 10 or 15 years, it shifts income from one segment of the people to some other segments. Okay? So, അവിടെ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലേഷൻ നമ്മൾ കുറയ്ക്കണം. ഇൻഫ്ലേഷനെ കുറച്ചില്ല, ഇൻഫ്ലേഷൻ ഭയങ്കര കൂടുതല. 15% ഇൻഫ്ലേഷൻ. ബാങ്കിൽ നിന്ന് കിട്ടുന്ന 8% പലിശ. എനിക്കവിടെ 7% നഷ്ടമാണ്. ശരിയല്ലേ? എൻ്റെ കഴിഞ്ഞ കാലത്തെ 100 രൂപയ്ക്ക് ഉള്ള സാധനത്തിന് ഞാൻ ഇക്കൊല്ലം മേടിക്കാൻ ചിലപ്പോൾ 115 രൂപ കൊടുക്കണം. കഴിഞ്ഞ കൊല്ലം ഞാൻ ബാങ്കിൽ സേവ് ചെയ്തിട്ട് എനിക്ക് 108 രൂപ കൊടുത്തുള്ളൂ. എനിക്കിവിടെ 7 രൂപ നഷ്ടമാണ്. നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്. ശരിയല്ലേ? അപ്പോൾ ഞാൻ സേവ് ചെയ്യാത്തപ്പം ഇക്കോണമിയിൽ എൻ്റെ സേവിങ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടത്തില്ല, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ കിട്ടുകയില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ കുത്തപ്പം എന്ത് കിട്ടുകയില്ല? എംപ്ലോയ്മെൻ്റ് ഇല്ല, ഗ്രോത്ത് ഇല്ല. ശരിയല്ലേ? ഗ്രോത്ത് ഇല്ല, ഇക്കോണമിക്കെല്ലാം നഷ്ടം. അതുകൊണ്ട് സേവിങ്സ് നടത്തുന്ന എന്നെ പ്രൊമോട്ട് ചെയ്യാൻ ഇവിടെ സെൻട്രൽ ബാങ്ക് തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഒരു ഭയങ്കര പ്രശ്നം. ഇത്തരം തരത്തിൽ ഇൻഫ്ലേഷനെ നമുക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഇൻഫ്ലേഷനെതിരെ RBI മോണിറ്ററി പോളിസി ഉപയോഗിക്കണം. സോ ദിസ് ഈസ് ദ റീസൺ വൈ RBI introduces policies to reduce what? Inflation. Okay? So the prime objective of a central bank is to fight inflation. നമ്മുടെ വീട്ടിൽ പട്ടിയെ വളർത്തുന്ന എന്തിനാ? കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കടിക്കണമെന്ന് നമ്മൾ പറയുകയല്ല, കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും വന്നാൽ നമ്മൾ കുറയ്ക്കണം. നായാണെങ്കിൽ കുറച്ചിരിക്കണം. സെൻട്രൽ ബാങ്ക് ആണെങ്കിൽ ഇൻഫ്ലേഷനെതിരെ ഒരു പോളിസി എടുത്തിരിക്കണം. ശരിയല്ലേ? അപ്പോൾ സെൻട്രൽ ബാങ്കിനെ ലോകം അറിയുന്നത് എന്തുകൊണ്ടാണ്? ദേ ബിക്കം ഫൈറ്റേഴ്സ് അഗൈൻസ്റ്റ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? സെൻട്രൽ ബാങ്ക്സ് ആർ നോൺ ഫോർ ഫൈറ്റിംഗ് ഇൻഫ്ലേഷൻ. സോ അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് RBIയുടെ മോണിറ്ററി പോളിസി പ്രൈസ് സ്റ്റെബിലിറ്റി എന്നുള്ളതാണ്. എന്താണ് പ്രൈസ് സ്റ്റെബിലിറ്റി എന്നുള്ളത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. പ്രൈസ് സ്റ്റെബിലിറ്റി എത്രമാത്രമാണ്? ഇൻഫ്ലേഷൻ പ്രൈസ് ലെവൽ 0 ആയിട്ട് വളരുന്നതാണോ? 1% ആയിട്ട് പ്രൈസ് ലെവൽ കുറയുന്നതാണോ? 2% ആയിട്ട് പ്രൈസ് ലെവൽ കൂടുന്നതാണോ? ഏതിനെയാണ് പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്? ആളുകളെ
നല്ലവരാണെന്ന് നമ്മൾ പലപ്പോഴും പറയും. ചിലരെ നമ്മൾ ഇഷ്ടമില്ലാത്തവർ ചീത്തവരാരും ഇല്ല കേട്ടോ, പരം നല്ലവരും ഇല്ല. പക്ഷേ നല്ലതെന്താണെന്ന് അറിയത്തില്ലെങ്കിലും നല്ലവരാരാണെന്നും നല്ലതെന്താണെന്നതിനെക്കുറിച്ച് ഒരു പൊതു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രൈസ് സ്റ്റെബിലിറ്റിനെ കുറിച്ച് ജനറലായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമ്മളത് നാളെ ഡിഫൈൻ ചെയ്യും. ദെൻ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇതിനെക്കുറിച്ച് സ്പെസിഫിക് കാഴ്ച, ഒരു ബാങ്ക് പോലും പൊട്ടാൻ പാടില്ല, വിശ്വാസങ്ങളൊന്നും പൊട്ടിയത് തിരിച്ചു വരികയില്ല എന്ന് പറയുന്ന പോലെ. ബാങ്കുകൾ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും ആ പേരുള്ള ബാങ്കിൽ പോയി ഒരു പൈസ ഇടുമോ? ഇല്ല. കമ്പനികൾ പൊട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു വരും, ബാങ്കുകൾ പൊട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരികയില്ല. അതാണ് ബാങ്കും കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ ബാങ്കുകൾ പൊട്ടാതെ നോക്കുക ആരുടെ ഉത്തരവാദിത്തം? RBIയുടെ ഉത്തരവാദിത്തം. അതുപോലെ തന്നെ ഇക്കോണമിയിൽ ആവശ്യത്തിന് ലോൺ കൊടുക്കുക എന്നുള്ളത് RBIയുടെ ഉത്തരവാദിത്തം. ശരിയല്ലേ? ഇതെല്ലാം RBIയുടെ മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ് 1, ഒബ്ജക്റ്റീവ് 2 ആൻഡ് ഒബ്ജക്റ്റീവ് 3. ഓക്കെ, ആൻഡ് the prime objective of price stability. For that, the RBI has to target inflation. It has to set a target of inflation 4%. 4% ഇൻഫ്ലേഷൻ പാടില്ല, 2% താഴെ ഇൻഫ്ലേഷൻ പാടില്ല. മനസ്സിലായില്ല? 4% അറൗണ്ട് ആയിട്ട് ഇൻഫ്ലേഷൻ കീപ്പ് ചെയ്യാൻ RBI മോണിറ്ററി പോളിസി ഡിസൈൻ ചെയ്യണം. ഓക്കെ, ദെൻ സിമിലർലി if there is an objective, if there is a target for using that objective, so target for realizing that objective. നമ്മൾ പ്രൈസ് സ്റ്റെബിലിറ്റി ആണെങ്കിൽ 4% ഇൻഫ്ലേഷൻ, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ 4% റിയലൈസ് ചെയ്യാൻ വേണ്ടി RBIക്ക് കുറേ ഇൻസ്ട്രുമെൻറ്റ് വേണം. ആ ഇൻസ്ട്രുമെൻ്റ് അതൊക്കെയാണ് repo rate, liquidity adjustment facility, CRR, SLR, etc. But actually for price stability there is only one objective, but these instruments are used for different purposes. These are the different instruments of the RBI monetary policy: the repo rate, the LIF, liquidity adjustment facility, the cash reserve ratio, the statutory liquidity ratio. നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, അത് നമ്മൾ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യും how they work. Okay, now what are they mean? Open market operation, reverse repo, core order, etc. There are around 12 instruments, and if there are 12 instruments, around 6 of them were introduced over the last 5 years. RBI വന്നിട്ട് എത്ര വർഷമായി? 75 വർഷമായി, 76 വർഷമായിട്ടുള്ള RBI അതിൻ്റെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റിൽ 12 ആണെങ്കിൽ 6 വന്ന് കഴിഞ്ഞ 5 വർഷത്തിലാണെന്ന് പറയുമ്പോൾ ഈ അടുത്ത വർഷങ്ങളിൽ സെൻട്രൽ ബാങ്ക് എത്രമാത്രം മാറി നമുക്ക് മനസ്സിലായി. അത്രമാത്രം കണ്ട മോണിറ്ററി പോളിസിയുടെ ഏരിയ അങ്ങ് മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ, സോ these are the objectives of monetary policy. This is the target of monetary policy. Similarly, these are the instruments with the central bank to realize the target. So to hit the target as well as to realize these objectives. Petra Madhye, 1 second, I am close it.